നമസ്കാരം. തിയേറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത വാത്സല്യം സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന മേലെടുത്ത് രാഘവൻ നായർ പാടത്ത് പണി ചെയ്ത് തളർന്ന് വീട്ടിലേക്ക് കയറി വരുമ്പോൾ മുറ്റത്തുണക്കാനിട്ട നെല്ല് കോഴികൾ കൊത്തി തിന്നുന്നത് കണ്ട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞമ്മാമേ, നിങ്ങൾക്കൊക്കെ കണ്ണിച്ചോരയില്ലേ? ബാക്കിയുള്ളവൻ ചോര നീരാക്കിയ ഇതൊക്കെ ഉണ്ടാക്കുന്നേ. ഇതൊക്കെ കേട്ട് അബൂബക്കർ അവതരിപ്പിക്കുന്ന കുഞ്ഞമ്മാമ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നു. രാഘവൻ നായർ ചീറുകയാണ്, എന്താ ഒന്നും മിണ്ടാത്തെ? ഇതാ എനിക്ക് കലി കയറുന്നത്. എന്തേലും ഒന്ന് ചോദിച്ചാൽ ഒന്നീ പൊട്ടം കളിക്കും, അല്ലേ ഒരു ചതഞ്ഞ ചിരി. കുഞ്ഞമ്മാമ ഒന്നും കേൾക്കാത്ത മട്ടിൽ അകത്തോട്ട് പോകുന്നു. ഇത്തിരി കഴിഞ്ഞ് ഉടുപ്പുമിട്ട് വല്ലാത്തൊരു ചിരിയുമായി പുറത്തോട്ട്. എന്താ, കുളിച്ച് കുപ്പായം ഇട്ട് കല്യാണത്തിന് പോവാണോ? രാഘവൻ നായർ ദേഷ്യപ്പെട്ട് അലറുമ്പോൾ കണ്ണു നിറഞ്ഞ കുഞ്ഞമ്മാമ പറയുന്നു, സന്തോഷായി. നിന്റെ 4 ചീത്ത കേട്ടിട്ട് കുഞ്ഞമ്മാമയ്ക്ക് പോകണമെന്നുണ്ടായിരുന്നു. മനസ്സ് നിറഞ്ഞു. പറയാതെ പോകണമെന്ന് ആദ്യം വിചാരിച്ചേ, പിന്നെ ഓർത്തു പറഞ്ഞിട്ട് ഒറ്റ പോക്കങ്ങ് പോകാമെന്ന്. മുൻപിലെ 4 പല്ലില്ലാത്ത മുഖത്തെ കുഞ്ഞമ്മാമയുടെ ചിരി. ഒരു അഗ്നിപർവ്വതം പുകയുന്നുണ്ട് ആ മുഖത്ത്. നീറുന്ന ചിരി. കുഞ്ഞമ്മാമയുടെ പതറിയ കരച്ചിലിനും ചിരിക്കും മുന്നിൽ മമ്മൂട്ടിയുടെ മേലെടുത്ത് രാഘവൻ നായരുടെ കണ്ണും നിറഞ്ഞു. പ്രേക്ഷകർ നമ്മുടെയും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കുഞ്ഞമ്മാമ പടിയിറങ്ങി. മറക്കാനാവില്ല കുഞ്ഞമ്മാമയെ. ആ കുഞ്ഞമ്മാമയെ അവതരിപ്പിച്ച അനുഗ്രഹീത നടൻ അബൂബക്കറിൻ്റെ മകനാണ് നവാസ്. അകാലത്തിൽ നമ്മോട് വിട ചൊല്ലിയ നവാസിന് പ്രണാമം. ഒരു മിമിക്രി കലാകാരനായി കലാഭവനിൽ ആരംഭിച്ച നവാസിൻ്റെ ജീവിതം 2025 ആഗസ്റ്റ് 1 അവസാനിച്ചു. സ്റ്റേജ് TV ഷോകളിലൂടെ തിളങ്ങി നിന്ന നവാസ് 92 ന്യൂസ് പേപ്പർ ബോയ് എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ ലോകത്തേക്ക് പ്രവേശിച്ചത്. 95 ചൈതന്യം, തുടർന്ന് ജൂനിയർ മാൻഡ്രേക്ക്, മാട്ടപ്പെട്ടി മച്ചാൻ, ചന്ദമാമ, വൺ മാൻ ഷോ, തില്ലാന തില്ലാന, മീനാക്ഷി കല്യാണം തുടങ്ങി 50ഓളം ചിത്രങ്ങളിൽ നവാസ് അഭിനയിച്ചു. ഇതിനിടയിൽ ചലച്ചിത്ര നടി രഹനയെ നവാസ് വിവാഹം കഴിച്ചു. രണ്ടുപേരും ചേർന്ന് ചില സിനിമകളിൽ അഭിനയിച്ചു. വെളിച്ചം എന്നൊരു ടെലിഫിലിം നവാസ് സംവിധാനം ചെയ്തു. പ്രകമ്പനം എന്ന പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയാണ് നവാസ് നമ്മോട് വിട ചൊല്ലിയത്. മികച്ച അഭിനയപാഠവും ലളിതമായ ഇടപെടലുകളും കൊണ്ട് ശുദ്ധഹാസ്യത്തിൻ്റെ പുതിയ വഴികൾ വെട്ടിത്തുറന്ന നവാസിന് ഒരിക്കൽ കൂടി സ്നേഹാഞ്ജലി. നവാസ് അഭിനയിച്ച ഇഴ എന്ന ചിത്രത്തെക്കുറിച്ചാണ് തിയേറ്റർ സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട നവാസും പത്നി രഹനയും ചേർന്ന് അഭിനയിക്കുന്ന ഇഴ യൂട്യൂബിലാണ് കഴിഞ്ഞ ദിവസം റിലീസായിരിക്കുന്നത്. നവാസിന് സ്നേഹപൂർവം എന്നെഴുതി തുടങ്ങുന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് സിറാജ് റസയാണ്. സിറാജിൻ്റെ ആദ്യ സിനിമ. ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നതും സിറാജ് തന്നെ. മതാചാരങ്ങളുടെ ഊരാക്കുടുക്കൾക്കിടയിൽ ഞെരിഞ്ഞമരുന്ന കുറേ മനുഷ്യജീവിതങ്ങൾ, പരുക്കൻ ജീവിത യാഥാർത്ഥ്യങ്ങൾ. നവാസിൻ്റെ ഹൃദയം ചുമക്കുന്ന ഭാരം പ്രേക്ഷകൻ്റെ കൂടിയായി മാറുന്നു. സ്ത്രീധൈര്യത്തിൻ്റെ പടവുകൾ കയറി നിൽക്കുന്ന സുമയ്യ ഈ സിനിമയുടെ ചൂടും ചൂരും കൂടിയാണ്. മനുഷ്യബന്ധങ്ങളും സാമൂഹിക സാഹചര്യങ്ങളും മത സാംസ്കാരിക പശ്ചാത്തലവും ജീവിത സമരത്തിൻ്റെ തീവ്രതയും നിറഞ്ഞു തുളുമ്പുന്ന മാനസിക സംഘർഷങ്ങളും ചേർന്നതാണ് ഈ സിനിമ. നവാസ് അവതരിപ്പിക്കുന്ന ഷൗക്കത്ത് എന്ന കഥാപാത്രം കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത ഏറെ ഇഷ്ടപ്പെടുന്നയാളാണ്. മത തീവ്രത ഇഷ്ടപ്പെടാത്ത പങ്കാളിയോട് തീവ്ര പ്രണയം ഉള്ളിൽ സൂക്ഷിക്കുന്ന കഥാപാത്രം. വിശ്വാസവും യാഥാർത്ഥ്യവും തിരിച്ചറിഞ്ഞ ഷൗക്കത്തിൻ്റെ നിശബ്ദമായ കണ്ണുകൾക്ക് താഴെ ഷൗക്കത്തിന് പൊള്ളുന്ന ചോദ്യങ്ങളുണ്ട്. കണ്ണുകളിലൂടെയും ചെറിയ ശരീര ഭാഷാ ചലനങ്ങളിലൂടെയും ഷൗക്കത്ത് നല്ല അഭിനയമാണ് നമുക്ക് നൽകുന്നത്. ഷൗക്കത്തിൻ്റെ ഹൃദയഭാരം നമ്മൾ പ്രേക്ഷകർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. നമ്മുടെ തോളിലേക്ക് ഭാരത്തെ ഇറക്കി വയ്ക്കാൻ സംവിധായകൻ സിറാജ് ശ്രദ്ധിച്ചിട്ടുമുണ്ട്. കുടുംബത്തെ സംരക്ഷിക്കണം, ഭാര്യയെ കൂടെ നിർത്തണം, കാട് കയറുന്ന മതത്തെ കണ്ണു തുറന്ന് കാണണം, കുടുംബത്തിൻ്റെ കെട്ടുറപ്പിനായി ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കേണ്ടതുമുണ്ട്. ഇതെല്ലാം ചേരുന്നതാണ് ഇഴയിലെ ഷൗക്കത്ത് എന്ന കഥാപാത്രം. ഗ്രാമീണ ജീവിതത്തിൻ്റെ ഓരത്തിലൂടെ നടന്നു നീങ്ങുന്ന ഷൗക്കത്ത് മതാചാരങ്ങളുടെ പൊള്ളത്തരങ്ങളിൽ പൊട്ടിത്തെറിക്കുന്ന ജീവിത പങ്കാളിക്ക് നൽകുന്നത് ആശ്വാസമാണ്.
കേരളീയ ജീവിതങ്ങളുടെ ചില സൂചനകൾ ഈ സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. കടൽ തീരത്ത് കാറ്റേറ്റു വിറയുന്ന ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. മതത്തിൻ്റെ അന്ധവിശ്വാസം നിറഞ്ഞ കാർക്കശ്യ വഴികൾ, പണവും അധികാരവും സമ്മർദ്ദവും സൃഷ്ടിക്കുന്ന ജാതിമത നേതൃത്വങ്ങളുടെ ഊരാക്കുരുക്കുകൾ, ഇതിനിടയിൽ അറിയാതെ തകരുന്ന മനുഷ്യജീവിതങ്ങൾ. സംവിധായകൻ ലളിതമായി ചില വർത്തമാന യാഥാർത്ഥ്യങ്ങളെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇഴയിൽ. ഒരർത്ഥത്തിൽ ഷൗക്കത്ത് നമ്മൾ തന്നെയാണ്. സയൻസും ടെക്നോളജിയും ന്യൂറോ സയൻസും സൃഷ്ടിക്കുന്ന പുതിയ ലോകത്ത് അന്ധവിശ്വാസങ്ങളുടെ ഒത്തുകൂടൽ കൂടുതൽ സ്ട്രോങ് ആകുന്നുണ്ടോ? യാഥാസ്ഥിതിക മുസ്ലിം മതത്തെ നേരിട്ട് ചോദ്യം ചെയ്യുന്ന ഇഴ ഒരർത്ഥത്തിൽ എല്ലാ മതങ്ങളുടെയും മനുഷ്യത്വരഹിതമായ ദുർഭൂതങ്ങളെയാണ് എതിർക്കുന്നത്. നായികയായ സുമയ്യ, നവാസിൻ്റെ ഭാര്യയായ രഹനെ അവതരിപ്പിക്കുന്ന സുമയ്യ ചോദിക്കുന്നുണ്ട്, ആരാണ് സത്യവിശ്വാസി? എന്താണ് സത്യവിശ്വാസം? പെൺകുട്ടികൾ പഠിച്ചിട്ടെന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ചിലരെങ്കിലും ഉള്ള ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ തനിനിറം തുറന്നു കാട്ടുന്നവരോടായി ഒരു നേതൃസ്ഥാനീയൻ പറയുന്നുണ്ട്, നീയൊക്കെ എന്തു പറഞ്ഞാലും എന്തു തുറന്നു കാട്ടിയാലും എന്നെ ഒന്നും ചെയ്യാനാവില്ല നിനക്കൊന്നും. ഹാഹി കൂട്ടവും തെരുവിലെ മഹിമക്കൂട്ടവും വലുതാവുകയാണോ? നിസ്സഹായമായ ജീവിതാവസ്ഥയിലേക്ക് വഴുതി വീഴുന്ന ഷൗക്കത്തുമാരും സുമയ്യമാരും കൂടുന്നു. ഷൗക്കത്ത് പറയുന്നത് പോലെ ഇങ്ങനെ ചിലരൊക്കെ വന്നു പോകാറുണ്ട്, ആരും ശ്രദ്ധിക്കാറില്ല. സിറാജ് റസ്സെ പ്രേക്ഷകനിലേക്ക് ചില സംഘർഷങ്ങളെ, നിസ്സഹായതകളെ, ചില നീറ്റലുകളെ ഊതിവിടുന്നുണ്ട്. ഇഴ ഒരു ചെറിയ ചിത്രമാണ്, മഹത്തായ സിനിമയൊന്നുമല്ല. പക്ഷേ ഇത്തരം ചിത്രങ്ങൾക്ക് ഒരു സ്പേസ് ഇവിടെയുണ്ട്. ഷൗക്കത്തും സുമയ്യയും ചില പാട്ടിലെ വരികളും ഈണവും ഗ്രാമത്തിലെ പൊടിയും നമ്മിൽ അവശേഷിക്കുന്നു. ഇഴകൾ കൊണ്ട് തലങ്ങും വിലങ്ങും കുരുങ്ങിയ ജീവിതങ്ങളുണ്ട് ഇവിടെ. ചിലരൊക്കെ ഇപ്പോഴും റിവേഴ്സ് ഗിയറിൽ പിറകോട്ട് പോകുമ്പോഴും മഞ്ഞുകൊണ്ട് ആകാശം മൂടുമ്പോഴും രഹനയുടെ സുമയ്യ ഫോർവേഡ് ചെയ്യുന്ന ഇമേജ് പോസിറ്റീവാണ്. ഷൗക്കത്തിൻ്റെ കഥ അങ്ങനെയൊന്നും തീരുന്നുമില്ല. നവാസിൻ്റെ ഓർമ്മകളും.